ഉം. എന്താ പ്രസിഡന്റ്, തെറ്റെന്തെങ്കിലും ഉണ്ടോ? തെറ്റൊന്നുമില്ല. ഈ കരയോഗം പ്രസിഡന്റ് KP സഹദേവൻ നായർ കുറച്ച് ചെറുതായോന്നൊരു സംശയം. KP സഹദേവൻ ചെറുതായിക്കോട്ടെ, നായർ കുറച്ചുകൂടെ ബോൾഡായിട്ട് വന്നിരുന്നെങ്കിൽ ഒരു എടുപ്പുണ്ടായേനെ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ ഈ പേരിന്റെ മുമ്പിൽ കൂടി നമുക്കൊരു നായർ അങ്ങോട്ട് ചേർത്താലോ? ഈ തോമസ് ചാണ്ടി തോമസ് എന്നൊക്കെ പറയണ പോലെ നായർ സഹദേവൻ നായർ എങ്ങനെ ഉണ്ടാവും? നായർ സഹദേവൻ നായർ. ചെന്നാട്ടെ രാവിലെ ഫണ്ട് പിരിവൊക്കെ ഉള്ളതല്ലേ? ചെന്നാട്ടെ, ചായ ഒക്കെ കുടിച്ചല്ലോ. ചെന്നാട്ടെ. കരയോഗം മൊത്തം ഉണ്ടല്ലോ. നീർക്കോലികൾ പോയപ്പോ ദേ വരുന്നു മൂർഖൻ. ദേ നമ്മുടെ ആരോഗ്യം കരയോഗത്തിന്റെ ആദ്യത്തെ നോട്ടീസാ. പിടിച്ചാട്ടെ. അപ്പൊ ഓക്കെ അല്ല സാറേ. രമണ, ഷാരിക്ക് കല്യാണാലോചനയായിട്ടാണ് നീ വന്നതെങ്കിൽ വെറുതെ നിന്ന് സമയം കളയണ്ട. എന്നെ കാണുമ്പോ തന്നെ വേണ്ടെന്ന് പറയല്ലേ സാറേ. കൊച്ചിന് വയസ്സങ്ങനെ കൂടി വരിക. ഇന്നത്തെ കാലത്ത് 20 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇവിടെ നിപ്പില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ അടുത്ത് നല്ലൊരു പയ്യനുണ്ട്. അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ എന്നെ കിട്ടില്ല. എന്റെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട്. താൻ ചെന്നാട്ടെ. അതെ, ഈ ഫോട്ടോ നോക്കി. അയ്യോ വേണ്ട രമണ, ഈ ഫോട്ടോ കണ്ട് സെലക്ട് ചെയ്യുന്ന പരിപാടി എന്റെ കല്യാണത്തോടെ ഞാനങ്ങ് നിർത്തി. ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല രമണ. മനസ്സിലായില്ലേ? ഇല്ല, എന്നെ ആക്കിയത്. അത്രയ്ക്ക് വലിയ ചിരിയൊന്നും വേണ്ട. അവള് പഠിച്ചോണ്ടിരിക്കല്ലേ, അതിനിടയ്ക്ക് എങ്ങനെ കല്യാണം? കല്യാണത്തിലന്ന് ഒരു ദിവസം പഠിച്ചില്ലാന്ന് വെച്ചു ഒന്നും സംഭവിക്കാതെ. ഇതെന്താ കല്യാണത്തിനൊന്നും പഠിക്കണം? ഇയാളിനി പണിയാവോ? നോക്കാം. 1 മിനിറ്റ്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യം. എന്ത്? ആദ്യ രാത്രിയിൽ നീ എന്നോട് പറഞ്ഞ ഡയലോഗില്ലേ, ഞാൻ മറന്നിട്ടില്ല. ഓ, അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. രുക്മിണി, എന്റെ നെഞ്ചങ്ങ് കാളിപ്പോയി. ആ ഒരൊറ്റ ഡയലോഗിലാണ് ഞാൻ ഇത്രയും കൊല്ലം പിടിച്ചു നിന്നത്. രമണ, കാശ് പഞ്ഞ മാസത്തിൽ ആരെങ്കിലും കാശ് വെക്ക, ചിങ്ങ മാസത്തിൽ കാശ് പഴത്തിന് കാശ് വെക്കു. ഇതെന്താണ്? എടാ പട എണീറ്റ് പോ, വല്ല കടന്നിലും വാടാ. നീ കാലത്തെ ചെത്തിമിനിങ്ങി അങ്ങോട്ടാ? ഒന്നുമില്ല. പിന്നെ സുഖോ? എന്ത് സുഖം? ഒരു കല്യാണം നടത്തി കൊടുത്തിട്ട് എത്ര കാലമായി? കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. ഇപ്പൊ തന്നെ ആ സഹദേവൻ സാറിന്റെ മോളുടെ കല്യാണാലോചനയ്ക്ക് ചെന്നതാ. ആ കൊച്ചിനെ ഇപ്പൊ കെട്ടിക്കണൂല. സമാധാനമായി. എന്തിന്? അല്ല, ചേട്ടന്റെ കാര്യം ഓർത്ത് സമാധാനം പോയിന്ന് പറഞ്ഞതാ. അതൊക്കെ പോട്ടെ. ഓരോരോ പിടിവാശിയായി. പഠിത്തം കഴിഞ്ഞിട്ടേ കല്യാണം ഉള്ളൂ. മതി, പഠിക്കട്ടെ. എന്റെ പിള്ളേരൊക്കെ എങ്ങനെ പഠിക്കുവാകും? വാ, ഒരെണ്ണത്തിലേക്കും പഠിപ്പിക്കാൻ മതിയായിരുന്നു. ഇന്നും വീട്ടിൽ പോയിട്ടുണ്ടാവും, അത് ഉറപ്പല്ലേ? അതെ, ഈ പഠിത്തം എന്നാ കഴിയാ? ഞായറാഴ്ച പഠിത്തല്ലേ രമണേട്ടാ? എടി, നാളെ കാണാം. ഇപ്പൊ ഇതാണോ പണി? ഞാനെന്ത് നേരായിട്ടും പറഞ്ഞതായിരിക്കും. അല്ലെ, കുറെ കാലമായിട്ട് എന്റെ ഫോട്ടോ അല്ല, പിന്നെ കാശൊന്നുമില്ല. ഇപ്പൊ ബിസിനസ് ഒക്കെ ഭയങ്കര മോശം. അതുകൊണ്ടാ സഹായിക്കാന്ന് വിചാരിച്ചിട്ട്. സത്യമായിട്ട് ശരി, നിക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ചുമ്മാ അല്ല, എനിക്കൊരു കാര്യം പറയാൻ. ഒന്നും പറ്റില്ല, ശാരി പോവല്ലേ? പ്രതിഷേധമാണ് സുഹൃത്തുക്കളെ, പ്രതിഷേധം. ഇടിമിന്നലേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. തന്റെ തലയിൽ ഒരെണ്ണം വീഴുന്നില്ലല്ലോ. ശരത്തെ, നീ ഇത്തവണ കയറൂടാ, അതോ വീണ്ടും പൊട്ടുവോ? മൈക്ക് ഓണായി പോയി. ഓഫ് ചെയ്യണം. ഷട്ടിൽ കോട്ടിൽ വാടാ. അപ്പൊ വൈകിട്ട് കാണാം. ഓക്കെ, ശരി. അല്ല, ഞാൻ പറയാം. അപ്പൊ ഓക്കെ, പ്രിയമുള്ള ഫോൺ ചെയ്യടാ. ഇവനെയൊക്കെ ഉച്ചയ്ക്ക് ചോറ് മേടിച്ചു തരാട്ടാ. നഗ്മ, എടാ, കുറെ ദിവസമായിട്ട് നീ കണ്ടോണ്ടിരിക്കുവല്ലേ? ഒരാഴ്ച കൊണ്ട് ഉടുപ്പിന്റെ നീളമൊന്നും കുറയില്ല. ആരും പറഞ്ഞു? എന്റെ ഭാവനയിൽ ഞാൻ കുറയ്ക്കും. എന്തോന്നടേ നക്കുന്ന? എടാ, ഇത് മുഴുവൻ പൂപ്പലാണ്. എടാ, ഒന്ന് തുടച്ചു വെച്ചോടെ. എന്തുവാടേ ഇത്? അയ്യോ ചേട്ടാ, അത് ഓട്ടം കുറവുള്ള കാസറ്റാണ്. ഓട്ടം കുറവുള്ള കാസറ്റാ, അതുകൊണ്ട് നീ തുടക്കത്തില്ല. എടാ, അത് വിട്. എന്റെ അടുത്ത് ഏതെങ്കിലും ലവ് സ്റ്റോറി പറ, അത് കണ്ടിട്ട് അവൾ അപ്രോച്ച് ചെയ്യാം. ലവ് സ്റ്റോറി? എടാ, ദേ മൃഗയ കറക്റ്റ് ആണല്ലോ. പിന്നെ നിന്റെ കെറ്റപ്പ് ദേ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മാറ്റിയാൽ മതി, കറക്റ്റ് ആയിരിക്കും. എന്തുവാളെ ലവ് സ്റ്റോറി ഇവിടെ നേരെ പറയാൻ നിനക്ക് പറ്റുന്നില്ല. അപ്പളാ സിനിമ കണ്ട് സിനിമയുടെ ഡയലോഗ് അതുപോലെ പറയാൻ പോകുന്നത്.
നീ ഇതേ ദിൽവാലെ ദുൽഖനെ എത്ര പ്രാവശ്യം കണ്ട്? 5 പ്രാവശ്യം കണ്ട്. ആ അതാ നിന്റെ കുഴപ്പം. ഇത് ഒറ്റ പ്രാവശ്യം കണ്ടാ മതിയായിരുന്നു. എടേ ഉമ്മുക്കുലുസ് വെച്ചാൽ കൊടുക്കല്ലേ കേട്ടോ. എടുത്തകത്ത് വെച്ചേ. അവൾ ഒരു പ്രാവശ്യം കണ്ടാ. അളിയ നീ എന്റെ കാര്യം പറ. എടാ 2 കൽപ്പിച്ച് നീ ഉള്ള കാര്യം അവളോട് തുറന്നു പറ. അല്ലെ ഭാവിയിൽ എന്റെ അച്ഛന്റെ ഗതിയാവും. അതെന്ത് ഗതിയാ ചേട്ടാ? ഓ എടാ പാത്തിമ താത്തയുടെ അച്ഛന് മുടിഞ്ഞ പ്രേമമായിരുന്നല്ലോ. ആണാ? ആ താത്ത വീട്ടിൽ വന്ന് ചോദിക്കാന്ന് പറഞ്ഞപ്പോ അച്ഛൻ കാലി മാറി. അതെന്താ ചേട്ടാ? പാവം എന്റെ അച്ഛൻ. സുന്നത്ത് ഞാൻ പേടിയാ. അതൊക്കെ എന്റെ മാമൻ ആവേശ് കുമാർ. ആവേശ് ചേട്ടനാ? ഈ കാര്യത്തിന് മാമനെ വെല്ലാൻ വേറെ ആരും ഇല്ല. ഒരു പെണ്ണിന് മതിൽ ചടിക്കാൻ എന്റെ മാമനെ പറ്റൂ. തന്നെ? ചുമ്മാ അമ്മ ഇവിടെ ചാടിയോ? എടി ഇയാള് മോശമില്ല. സത്യം പറഞ്ഞ എത്രാമത്തെ ചാട്ടം എന്നിട്ട് ഞാൻ ചാടുള്ളൂ. ചാടിയില്ലേ? എടി ഇതിന്റെ അത് സ്വർണ്ണക്കല്ലേ? ആ ഉണ്ട്. എന്നെ പൊന്നു പോലെ നോക്കണ്ട എന്റെ ഉത്തരവാദിത്തം. എല്ലാം ഉണ്ട്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ ആരുമില്ല, ഗേറ്റ് വഴി വരാന്ന്. എടി ഗേറ്റ് വഴി വന്നാൽ ആൾക്കാർ മതിൽ ചാടിന്നേ പറഞ്ഞു. വെറുതെ എന്തിനാ ചെയ്യാത്ത കുറ്റത്തിൽ പഴി കേൾക്കാൻ നിൽക്കണേ? ആ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ധൈര്യം നീ വീട്ടിൽ വരുമല്ലോ. ഒന്ന് പറ്റിയ അപ്പ ചാടും പുല്ല്. വിജയ് ഇടിക്കൂല. ആരാ പോയത്? പെങ്ങളാ? ഒന്ന് ഉപദേശിച്ചൂടെ? അയ്യോ ചോര വന്ന് അളി എങ്ങനെ ഇടിക്കൂല എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് ഇടിച്ചേ മോശമായിപ്പോയി. പിന്നെ എങ്ങനെ ഇടിക്കേണ്ട കാര്യമല്ലേ? ഉറല്ലേ ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചാൽ ഞാൻ നന്നായിക്കോളൂ. അത്രയ്ക്കുള്ള ആവേശം എനിക്കുള്ളൂ. അളിയെ ബാക്കിൽ കയറിക്കാൻ ഞാൻ മുന്നിൽ കയറിക്കണം. ബാക്കില് എടുത്തോ എടുത്തോ. ആര്? അതിനാണ് എത്ര തുള്ളി? എടാ ഇന്ന് ഇവര് ജയിക്കുമ്പോൾ ഇവർക്ക് കളിക്കാൻ വരാനുള്ള ആവേശം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അത് പിന്നെ കുറച്ചും കൂടി അടുത്തിടപെടാൻ പറ്റിയ എന്തെങ്കിലും കളിന്റെ സുഖയില്ല. എന്നാ പിന്നെ കബഡിയാക്കിയാലോ? നാളെ മുതൽ കബഡിയാക്കാം. ഗംഭീര. നാളെ മുതൽ ഞങ്ങൾ കബഡിയാക്കാം കേട്ടോ. അതെ നിങ്ങൾ നാളെ ബാറ്റൊന്നും കൊണ്ടുവരണ്ട. നിക്കറും ടീഷർട്ട് മതി. പോയെ ആ സുനിതയോട് വരാൻ പറയണേ. എത്രയും പെട്ടെന്ന് നാളെ ആയാൽ മതി. ഷോർട്ട്സ് ഇട്ടിട്ട് ആ മഞ്ജുവിനെ ഒന്ന് കാണണം. കാമുകൻ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിരിപ്പുണ്ടല്ലോ. നീ എന്നെ പെണ്ണ് കാണാൻ വല്ലതും പോകുന്നുണ്ടോ? അതെല്ലാ ദിവസവും പോണല്ലേ. 4 നേരം ഷർട്ടും മാറി നടക്കുക. നിനക്ക് വന്ന് കളിച്ചാ എന്താ? ഓടാ അത് പറ്റൂല. എന്റെയും ഷാരിയുടെയും ടൈമിംഗ് തെറ്റും. അയ്യോ അയ്യോ 5 മണിയായി. ഷാരി വരും. ശാരി 5 വയസ്സ് തൊട്ട് തുടങ്ങിയ ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ. നടക്കൂ ഓളെ കല്യാണം. അത് ഇവനായിട്ടല്ല. അല്ല പിന്നെ നീ ഇതുവരെ പട്ടി എന്തൊക്കെ പോകുന്ന കണ്ടിട്ടില്ലല്ലോ. ചെന്നാ മതി. കറക്റ്റാ അല്ലേ? അതല്ലടാ, അറിയാവുന്ന പെണ്ണിന്റെ അടുത്ത് ഇഷ്ടം പറയുന്നതാണ് ലോകത്തെ ഏറ്റവും പാടുള്ള കാര്യം കേട്ടാ. എന്നാ പിന്നെ ഓളെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയിട്ട് പറയാം. അത് തന്നെ. അതല്ല അമ്മാവ, അവൾ എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് എന്തോ ഒരു ചങ്കിടിപ്പ. ആ ചങ്കിടിപ്പ് എനിക്ക് ഇല്ലാണ്ട് പോയത്. ആണോ? ഇവനെങ്ങനെ എന്റെ പരുവനായി എനിക്ക് മനസ്സിലാവത്ത്. അവളെങ്ങാനും നോ പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എനിക്കൊരു മരുവൻ നഷ്ടപ്പെടും. എടാ മോന്തണ്ടി ഒന്ന് ചുമ്മാ ഇരിക്കുമോ? നീങ്ങൊന്ന് ഇത് എങ്ങോട്ടുണ്ടോ നിർത്തറ. അവിടെ കിടത്ത്. വണ്ടി എടുത്ത് ഓർഡർ. ഞങ്ങൾ കളിക്കുന്ന സ്ഥലം അത്. വണ്ടി എടുത്ത് മാറ്റില്ല. നീ എന്താ ചില്ലടിച്ച് പൊട്ടിക്കോ? വണ്ടി അടിച്ചു ഓടിക്കാൻ പാട്ടി. മാറ്റിക്കോ. പോട്ടെ ടെണ്ടുൽക്കറെ. ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ നമ്മളെയൊക്കെ മറന്നല്ലേ? ഞാൻ കൂടി റെക്കമെൻഡ് ചെയ്തിട്ട് ജോലി കിട്ടിയെന്ന് മറക്കരുത് കേട്ടാ. എന്റെ മെമ്പറെ കണ്ടിട്ട് മനസ്സിലായില്ല. മെമ്പറിനെ ഞാനിങ്ങനെ മുണ്ടില്ലാതെ കണ്ടിട്ടില്ലല്ലോ. അല്ലാണ്ട് ഞാൻ മെമ്പറിനെ മറക്കോ? അയ്യോ ആ വന്ന രാവിലെ പല്ലിയപ്പം കുളിങ്ങിഞ്ഞ് ഡെയിലി ഈ വർക്ക്ഷോപ്പിൽ വന്ന് എന്നെ കാണാൻ ഞാൻ എന്താ ദൈവം. എന്റെ വണ്ടി ദിനേശ് ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വണ്ടി എന്ന് പറഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള വണ്ടിയാണ്. റയർ ആയിട്ടാണ്. എപ്പോഴും കൂടി ചോദിച്ചു നിങ്ങളുടെ വരണ്ട. ഒരു വണ്ടി പണിയാന്നിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് എപ്പ തരും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ ശരിയാണത്? 2 വർഷമായി വണ്ടിയായി കിടക്കണത്. അത് കൊടുത്തിട്ടില്ല. ഇത് 6 മാസമേ ഉള്ളു. സുനിയ 18 സ്പാനറിങ് എടുത്ത് നമുക്ക് ഇപ്പൊ വരാട്ടോ. വണ്ടി പണി നിസ്സാര കാര്യമൊന്നും ചോദിച്ചിട്ടാ. അതെ ഈ വർക്ക്ഷോപ്പിന് മൊത്തം സ്പാനറുണ്ട്. ഏതാ വേണ്ട വെച്ചെടുത്തോളി. ഓ എന്റെ ദൈവമേ. എടാ ഏതെങ്കിലും ഒരു സ്പാനർ മതി. എന്റെ മുതുക് ചോദിച്ചിട്ട് ആ കുഞ്ഞമ്മയുടെ മോനാ. ഇവനാ ചേട്ടന്റെ വണ്ടി പണിയാണ്. ഞാനാ? നിനക്ക് പണി പഠിക്കണ്ടേ? വേണം. പിന്നെ എന്തെന്നാ പറയണത്? നിനക്ക് പണി പഠിക്കാൻ വേണ്ടിട്ടല്ലേ ചേട്ടനെ കൊടുക്കുന്നത് വണ്ടി ഇട്ടേക്കണത് തന്നെ? ചേട്ടാ എന്നെ അനുഗ്രഹിക്കണം. വണ്ടി ഞാൻ ഇപ്പൊ റെഡി ചെയ്ത് തരാട്ടോ. ചേട്ടൻ 6 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. അവൻ പണിയില്ല നോക്കണമല്ലോ. അവൻ പണി പഠിക്കൂലെന്ന് എനിക്ക് അറിയണല്ലോ. കുറെ ലോണിന് പോയി നോക്കണോ? പെട്ടെന്ന് കിട്ടുമോ? ഒരു വർഷോപ്പുകാരന്റെ വിഷമം മനസ്സിലാക്കാത്ത ഇയാളൊക്കെ എന്ത് പലിശക്കാരന്മാരുണ്ടല്ലോ. ഇതുകൂടി വന്ന് എങ്ങനെ ഗോൾ അടിച്ചു? പോസ്റ്റ് കണ്ടില്ലല്ലോ. കായിക മേഖലയിലൊക്കെ നല്ല പാണ്ഡിത്യം അല്ലേ? എടാ ഇപ്പൊ ടച്ച് വിട്ടുപോയതാ. പണ്ടൊക്കെ ആണെങ്കിൽ അത് ഒറ്റയ്ക്ക് കളിക്കും. വൺസ് മോർ കൂടി. വേല് കഴിക്കാൻ നല്ല വേന. ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുക ഒരൊറ്റക്കെടുത്ത. സാധനം എടുക്ക്.
എന്നാ കൊണ്ടുപോയി തിന്നെ. അത് ശരിയാവില്ല, 2 പറ്റി. ഇത് ചെറുതാ, ഞാൻ കഴിച്ചോട്ടെ. ചെറുതാ. ഇല്ല ഇല്ല, ബാക്കി നാളെ 4 ലൈറ്റ് വന്നോ. കോട്ടം പിടിക്കും. ചെറുത് താ. ചുമ്മാ നിങ്ങളുടെ വയറ് നോക്ക്, എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്റെ അമ്മാവ് നിൽക്കായിരുന്നു. കഷ്ടകാലത്തിന് എന്റെ അമ്മേന്റെ ആങ്ങളായിട്ട് ഞാൻ ജനിച്ചു. എനിക്ക് 2 വയസ്സിന്റെ മൂപ്പേ ഉള്ളൂ. അല്ല ശാരി. സാരി? ആര് സാരി? സാരി അല്ലെന്ന്, ഷാരി. ചുമ്മാ അല്ല നിങ്ങൾ അമ്മാവെന്ന് വിളിക്കുന്നത്. അതെ, ഞാൻ അവളുടെ പുറകെ പോകുന്നു നിർത്താൻ പോകും. നന്നായി, മുമ്പൊക്കെ പറ്റിയൊരു ബന്ധമല്ല അത്. അതല്ലടാ, പിന്നെ വേറെ പുതിയ ഐഡിയ എന്തെങ്കിലും പറ. ഐഡിയ എന്ന് പറഞ്ഞാല് ഒരു ഐഡിയ ഉണ്ട്. ഞാൻ സ്വപ്നത്തിൽ കണ്ടാണ്, വേറെ ആൾക്ക് വേണ്ടി കണ്ട. എടാ, എങ്ങനെങ്കിലും ഓളെ ബെഡ്റൂം കയറി ഒളിച്ചിക്ക. അപ്പൊ ഓൾ എന്നെ കണ്ട ഒച്ച ഉണ്ടാക്കും. ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഓള് വിളിച്ചിട്ട് വന്നാൽ ഈ ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പൊ ആൾക്കാർ കയറി നിങ്ങൾ 2 ആളും കല്യാണം കഴിപ്പിക്കും. എങ്ങനത്തെ ഐഡിയ? നിങ്ങളൊരു സംഭവം കേട്ടോ. ശരിക്കും വരെ എന്റെ അമ്മയ്ക്ക് വിളിക്കണമെന്നുണ്ട്, പക്ഷെ വിളിക്കൂല. എന്റെ അമ്മൂമ്മയാണല്ലോ. കിട്ടി, ഐഡിയ കിട്ടി. ഫോർ ദാറ്റ് വി ഹാവ് ടു മേക്ക് എ മാസ്റ്റർ പ്ലാൻ. എന്ത് പ്ലാൻ? നമ്മൾ ഇന്ന് വൈകുന്നേരം ക്ലബിൽ ഒത്തുകൊടുക്കും. എന്നിട്ട് 2 പേർക്ക് വേണ്ട ചെലവിൽ എങ്ങനെയുണ്ട്? കാശില്ല. അയ്യേ, മാസ്റ്റർ പ്ലാൻ ക്യാൻസൽ. അമ്മാവന്റെ അച്ഛൻ. നമുക്ക് ഒന്നുകൂടെ കളിച്ചാലോ? മാങ്ങാണ് ഞാൻ തുപ്പി. തനിക്കിപ്പോ സുഖമായല്ലോ, ടെൻഷനൊന്നും ഇല്ലല്ലോ. അതൊക്കെ മറ്റുള്ളവർക്കല്ലേ. പണി പണി. താനിങ്ങനെ നീ പേടിക്കോ, താനിങ്ങനെ സമ്പാദിച്ച് ചാവുമ്പോ അല്ലോടെ മോളോട്ട് കെട്ടിയെടുക്കോ? എടാ പറയട്ടെ, വർക്ക് സെറ്റ് മോളിലുണ്ടെങ്കിൽ ചത്താലും ഇയാളായിട്ടൊന്ന് കമ്പനിയാണ്. അങ്ങേരുടെ മോനാന്നോന്നല്ല, ഇതിപ്പോ ഇടക്കിടക്കുണ്ട് ഒന്നിനടം. കുറച്ചു നേരം പറഞ്ഞിട്ട് പിന്നെ കുറച്ചിടം കഴിഞ്ഞാൽ പോയിക്കോളൂ. ഈ പുള്ളിനോട് എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ 2-3 മാസം പണിക്കേക്കണത്. ഇതുവരെ വാതൊന്നും വേണ്ട ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ശമ്പളം ചോദിക്കൂല്ല, സുഖമായല്ലോ. പക്ഷെ നല്ല പണിക്കാരനാട്ടോ. കണ്ട, ഇതാണ് ഉദ്ദേശിച്ചത്. നിന്നെ കണ്ടതിൽ ഇത് നോക്ക്, ഫുൾ ടൈം റൊമാൻസ് അല്ലേ രണ്ടും കൂടെ. ഇങ്ങനെ പോയ ഒരു കൊച്ചിന്റെ അപ്പിയും കുത്രവും നീ കോരണ്ടി വരും. രണ്ടും കൂടി നാണം കിടത്താൻ. അമ്മേ, ഇന്നില്ല, ശനിയാഴ്ച വാ. അയ്യോ ചേട്ടാ, പിച്ചക്കാരനല്ല, സൈജുവാ. സൈജുവാ. വലിയ വ്യത്യാസമൊന്നുമില്ല. അമ്മ ഇത് എന്ത് പണിയാ കാണിക്കുന്നത്? അമ്പലത്തിൽ ഉത്സവമൊക്കെ അല്ലേ, ചേട്ടന്റെ മുഖത്തൊരു വാട്ടം. ഞാൻ വിചാരിച്ചു വെള്ളരിക്ക കറപ്പിക്കാൻ വെച്ചിരിക്കുന്നു. ഞാൻ കേട്ടോ. എന്താടാ എന്റെ കയ്യില്? ഈ പ്രാവശ്യം ഞങ്ങൾ ജയിക്കും. ജയിക്കില്ല ചേട്ടാ, ഡിഗ്രിക്ക് വി ഗൈഡ് ഉണ്ടോ? ചില ഡിഗ്രിക്ക് കാണും. അമ്മ വിശ്വസിച്ചു. രാത്രി തന്നെ തിരിച്ചു തരണം. ഒറ്റ ദിവസത്തേക്കെന്ന് പറഞ്ഞ് ഉമ്മുക്കുലിസിന്റെ മേടിച്ച നിന്റെ അലവലാതെ അമ്മാവന്റെ കൊടുത്ത് നശിപ്പിക്കല്ലേ. നാളെ തന്നെ പോരാ? അത് പോരാ, കൊണ്ട് തന്നാവത്തായ പോലെ. എന്തുവാണ് ഇത്? നിനക്കൊന്ന് ഇത് അലക്കിക്കൂടെ? എന്തൊരു നാറ്റം. ഇന്ന് രാത്രി എന്നെ കൊണ്ടുപോയി കൊടുക്കണോ? കാല് പിടിക്കുന്നതൊക്കെ പോട്ടെ, രാത്രി തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ അളിയ, രാത്രി തന്നാലേ ഉള്ളൂ പാതിരാത്രി കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. പോന്നൊക്കെ കൊള്ളാം, അച്ഛനും മോനും കൂട്ടി ഇടിക്കാതിരുന്നാ മതി. നീ അച്ഛനെ വെറുതെ കുറ്റം പറയല്ലോ കേട്ടാ. അച്ഛനും മതിലിന്റെ ഇപ്പുറത്തു നിന്നുള്ള പരിപാടിയുള്ളൂ, അപ്പുറത്തും ഉള്ള പരിപാടിയില്ല കേട്ടാ. ഉറപ്പാണ്? ഉറപ്പാ. പരിപാടി അമ്മാവാ. ഇതെന്താ സാധനം? ഇത് ഷാരീനെ അടുത്ത് കാണാൻ വേണ്ടി. നോക്കട്ടെ ഞാൻ.
ആ ശാരീന് മാത്രമല്ലല്ലേ അതിന് സുമേനൊക്കെ അടുത്ത് കണ്ടല്ലോ. എന്തോ അമ്മാവാ നോക്കട്ടെ, സംഭവം കുഴപ്പമില്ലോ. എനിക്ക് അവളില്ലാതെ പറ്റില്ല അമ്മാവാ. ഇന്നെങ്കിലും ഒന്ന് പറയണം. പറയാൻ ഞാനാ പറയണ്ടേ, ഈയല്ലേ പറയണ്ടേ? അമ്മാവൻ വരുന്നില്ലേ? ഞാനില്ല, എനിക്ക് വെളിച്ചപ്പാടിനെ കണ്ടാ പേടിയാ. ഞാൻ സ്വപ്നത്തെ കണ്ട് പേടിക്കും. സുമതിയല്ലേ? താന വരുമ്പോൾ കയ്യെ കുത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം താറാ വെള്ളം താറാവ്. ഞാനല്ല, വേറെ കള്ളനാരാന്ന് ഞമ്മക്കറിയാം. അതാണ് എന്ത് നമ്മൾ പിടിക്കൂത്. ഇത് ഇമ്മന് കാലായി. അയ്യോ ഞാനല്ല മോനെ. ചിരിക്കണം. എന്റെ പോന്റെ ഇയാൾ എന്നെ കൊലക്ക് കൊടുക്കും. നമുക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായ സ്ഥിതിക്ക് രക്ഷപ്പെടാൻ ഇനി ഒറ്റ വഴിയുള്ളൂ. എന്താ പറ്റിയ മൊയ്തീനെ? എന്തുണ്ടേലും ഞങ്ങളുണ്ടാ കൂടെ അല്ലടെ മോനെ. കണ്ടോ മൊയ്തീനെ, ഒരു ആവശ്യം വന്നപ്പോ ഓടി വരാൻ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. കള്ളനോ? എനിക്ക് തോന്നിയതായിരിക്കും. വിട്ടോ വിട്ടോ അച്ഛാ. വിട്ട് പോയി നോക്കാം. മരുമോനെ പങ്ങോട്ട് പോകണ്ട, പങ്ങോട്ട് പോകാൻ പറ്റിയ സാഹചര്യമില്ല. അച്ഛാ കഴിഞ്ഞില്ലേടാ ഇതുവരെ? കഴിഞ്ഞ് എന്നൊരു മുരിങ്ങലേന്റെ കറി അളിയല്ലേ ഇറച്ചി മീനും വാങ്ങിക്കൂടെ? വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഇവിടെ ഒന്ന് സഹായിക്കും. ബോറടി മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ ആ സിനിമ തന്നത്. പവിത്രം കണ്ടില്ലല്ലോ, ഇനിയെങ്കിലും കണ്ടൂടെ എന്റെ അച്ഛാ? അതെ, പറഞ്ഞത് മനസ്സിലായോ? അവനൊരു അനിയത്തിയും കൂടി വേണമെന്നാണ് ഉദ്ദേശിച്ചത്. പ്രായ അമ്പലത്തിൽ പോയി ഭജന ഇരുന്നൂടെ ഉദ്ദേശിച്ചത്. ഇന്നലെ കല്യാണം. ആക്ച്വലി ഞാൻ സുമയ. മനുഷ്യ ശരത്തെ നിന്റെ സഹദേവൻ ഞങ്ങൾ അന്വേഷിച്ചു. നമുക്ക് മുരിങ്ങയില തോരനുണ്ടാക്കാം. മുരിങ്ങയില ചമ്മന്തി ആയാലോ? അമ്മാവാ, എന്റെ പച്ച ഷർട്ട്. എന്ത്? എന്റെ പച്ച ഷർട്ട് എവിടെ? എന്റെ പച്ച ഷർട്ടൊക്കെ ഞാൻ എടുത്തുതരാം. എന്റെ പെങ്ങളോടുള്ള എന്റെ അച്ഛന്റെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. എന്റെ ഒരു പച്ച ഷർട്ട്. അച്ഛനായി പോയില്ലേ? എടാ, ഒരു വീട്ടിലേക്ക് വരുമ്പോൾ മര്യാദയ്ക്ക് വേണം, ഗേറ്റ് അടക്കി. പിന്നെ രാവിലെ അയാളെ മട്ടുമാവും കണ്ടിട്ട് കക്കൂസ് ബ്ലോക്ക് ആണെന്നൊക്കെ സംശയം. അമ്മാവ നിശ്ചിട്ട് കാര്യമില്ല, എന്റെ അടുത്ത് ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ഒരാളെ കിട്ടാനില്ല. കണ്ടോ, മുട്ടി നിൽക്കുക. എന്താ വിളിച്ചേ? ഗ്രെയിൻസ്. ഉച്ച മുതൽ ടിവിയിൽ ഭയങ്കര ഗ്രെയിൻസ്. വൈകുന്നേരം ചിത്രഗീതമുള്ളതല്ലേ. നീ മുകളിലോട്ട് ചെന്ന് ആന്റിനെ ഒന്ന് ശരിയാക്ക്. ശരി, ആന്റിനെ നന്നാക്കാനാ. ചെല്ല്. ആന്റിനെ കുറച്ചേരം നിക്കാലോ. എന്നിട്ട് എന്താ കാര്യം? മുകളിലോട്ട് ഞാൻ ഇവിടെ നിന്ന് ടി വി ചെക്ക് ചെയ്യാം. ശരി. എന്തായാലും ആവശ്യം വിളിച്ചോ. കംപ്ലീറ്റ് ഗ്രെയിൻസ് ആണല്ലോ. നീ മേളിൽ പോന്നില്ലേ? ഐറ്റ് പേടിയാ തലറ്റു. നീ നാട്ടിലൊന്നും പോവാറില്ല? വീട്ടിൽ അച്ഛൻ പണിക്ക് പോകാൻ പറഞ്ഞ് ഭയങ്കര വെറുപ്പിക്കല. എല്ലായിടത്തും ഇത് തന്നെ. എന്ത് വെറുപ്പിക്കലോ? അതല്ല, ഈ കാക്ക വന്ന ആന്റിനെ ഇരിക്കും ഫുൾ ഗ്രെയിൻസ്. അങ്കിളെ ക്ലിയർ ആയോ? ഇല്ല മോനെ, പഴയതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ശരിയാവുന്നില്ലല്ലോ. കുറച്ച് സമയം കൊടുക്കും, ശരിയാവും. അങ്കിളെ ഇപ്പോഴോ? ഇല്ല മോനെ, നീ ഒന്ന് വട്ടം കറക്കി നോക്ക്. 360. നിങ്ങളുടെ മോൾ ആവശ്യത്തിന് തന്നെ വട്ടം കറക്കുന്നു. ഇനി നിങ്ങളെ ബാക്കിയുള്ളൂ. ഇതൊന്നും ക്ലിയർ ആവുന്നില്ലല്ലോ ശരത്തെ. ഇപ്പോഴോ? ഒന്നും ക്ലിയർ അല്ല. ക്ലിയറായി. ഫിക്സ്. അങ്ങനെ ഇപ്പൊ ക്ലിയർ ആവണ്ട. ക്രിസ്റ്റൽ ക്ലിയർ. ഇത്രയും ക്ലിയർ ഇതുവരെയ്ക്കും ആയിട്ടില്ല. ഇനി തുടരുത്. ഇറങ്ങിപ്പോരെ. എന്തു പറ്റി? ഗ്രെയിൻസ് പോയി. പക്കാ ക്ലിയർ. മനുഷ്യനെ പേടിപ്പിക്കാൻ. മോനെ ശരത്തെ, താങ്ക് യു വെരി മച്ച്. ഒരൊറ്റ ഗ്രെയിൻസ് ഇല്ല. ഗ്രെയിൻസ് മാറ്റാൻ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? പറയടാ. അത് ഷാരിയും കൂടി കേൾക്കണം. ഷാരിക്ക് ഞാൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാവും.
ഫുട്ടിൽ എൻ്റെ അമ്മ ശരത്തിന് എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇപ്പൊ ടിഷാൻറ്റിന എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിക്കുന്ന അതിഭേദം ഒരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതാ. പോട്ടെ ഷാനി, വരാമ്മ. വാ അമ്മാവാ. ഓക്കെ അങ്കിൾ. എന്നെ വാങ്ങിക്കോളൂ. ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നെ എത്ര ടെൻഷൻ അടുപ്പിച്ച്. അയ്യേ, നല്ല സൂചിച്ചിരുന്നല്ലോ. ഒന്ന് മേലോട്ട് വന്നത്. ഞാൻ മുണ്ടെടുത്ത് മോള് കയറില്ല. അതെന്താ? മുണ്ട് മാത്രമേ ഉള്ളൂ. അയ്യേ, ഒരു ഗേറ്റ് അടയ്ക്കാനേ പാടില്ല. ഇന്നത്തോടു കൂടി ഒരു പാഠം മനസ്സിലായി. വാ. ഈ ജിമ്മി എന്റെ കൂടെ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്ന അവന്റെ ഫോണിന് മുടിഞ്ഞ രാശിയാന്ന കേട്ടെ. അതിൽ നിന്ന് വിളിക്കുന്ന എല്ലാ ലൈനും കൊച്ചു കൊച്ചു മൊത്തമായിട്ടുണ്ട്. കാര്യം കാണാൻ നമ്മൾ ആ കഴുതയുടെ കാര്യം വിളിക്കുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ. ഓ ഭാഗ്യം, ഇന്ന് വലിയ തിരക്കില്ല. അതെന്താ? അല്ലെങ്കിൽ ഭയങ്കര തിരക്കാ ഇവിടെ. അല്ലെങ്കിൽ കാണായിരുന്നു, അങ്ങ് ഗേറ്റ് വരെ ആക്കിയോ. ചേട്ടാ അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ചേട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ? നീ പോയിട്ട് നാളെ വാ, നമുക്കൊന്നുകൂടെ നോക്കാം. അവളാരും വളയ്ക്കാതിരുന്നാ മതിയായിരുന്നു. ജിമ്മി, ഇത് ഞാൻ പറഞ്ഞില്ലേ ശരത്ത്. കമോൺ, നമുക്ക് അകത്തിരിക്കാം. എന്തുവാടി വെർച്വൽ ക്രിക്കറ്റ്? അടുത്ത പ്രാവശ്യം നിന്നെ This is my grandfather. You can call. നീ വിളിച്ചു. സൈജു, പിന്നെ എന്തുണ്ട് വിശേഷം? 1 minute. Hello. Hello. Chips. How are you? ചിപ്സ്. ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്താ 2 ആഴ്ചത്തേക്കുള്ള ടൂറോ? പിന്നെ ധൈര്യമായിട്ട് പോവാം. ഇത് ഉടനെ ഒന്നും എക്സ്പയറി ഡേറ്റ് ആവുന്ന തോന്നുന്നില്ല. അന്വേഷണം എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. ബൈ ദ ബൈ. എന്ത് പറയുന്നു? ഹലോ ഹലോ. ഷിറ്റയുടെ കാര്യം പറയുമ്പോ അപ്പൊ കാട്ടിയും ചിട്ടപ്പം ഫ്രം ഡൽഹി. അടുത്തെങ്ങനെ തട്ടിപ്പോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. യു കൻ കോൾ. ഇല്ല, അപ്പൂപ്പൻ എനിക്കില്ലേ? ശബ്ദം ഉണ്ടാക്കുന്ന ഫോൺ ചെയ്യുന്നു. നോ പ്രോബ്ലം. സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് കിടന്നിരിക്കുക. But don't touch, huh? അതെന്താ? If you wake up too much talking, you see? Go, man. അവളെടുത്ത് Oh yeah, please. ഓള് നിന്റെ കയ്യില്. ഓള് നിന്റെ കയ്യിലല്ലേ? കാണിച്ചേരാ. ഹലോ, ദാമോദരന്റെ വീടല്ലേ? ആ ദാമോദരൻ നായരുടെ മകളുടെ വീടാണ്. കേശവ് നായരുടെ വീടല്ലേ? ഓ, കൊച്ചച്ഛനെ അറിയോ? ആരാ? ശാരിയല്ലേ അളിയാ? തല്ലേ. ഹലോ. അയ്യോ, കട്ടായി പോയി. ഒന്നുകൂടെ വിളി. ഹലോ. ശരി. ഞാനെന്ന് പറഞ്ഞ പോടുന്നു. ഞാൻ ആരാന്നറിഞ്ഞൂടെ? ഓ സോറി. കേശവദാസപുരത്തെ മണിയമ്മാമനല്ലേ? ആരാ മാമ? മണിയമ്മാമയാ? പോ ശരി. നീ തന്നെ പറയണം. മോനെ, നീ ഔട്ടാകൂടാ ജിമ്മി. Cool down. Relax. They are my friends, Abubs. Get out! ഇവിടെ ആരും ഇല്ലേ? എവിടെങ്കിലും പോയ താക്കോലെടുക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ആഹാ, ശരി. ഭാഗ്യം കണ്ടില്ല. മാനം പോയേനെ. ഹായ്.
വലുത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണല്ലോ അല്ലേ? ഇന്നലെ എടുത്ത വിളക്കാം. ആന്റി എവിടെ? ആന്റിയാ? അത് പിന്നെ അവര് പുറത്തോട്ട് പോയിരിക്കുക. രാവിലെ തന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? രാവിലെ തന്നെ ഞാൻ എണീറ്റേ കുളിച്ച് എന്റെ ഒരു ശീലമാണ്. തന്നോളൂ. വേണ്ട, കുളിക്കാതെ വിളക്ക് തൊടണ്ട, ഞാൻ തന്നെ വെച്ചോളാം. പറയല്ലേ? ഇതെവിടെ വെക്കാം? അതിപ്പോ നമുക്ക് ഇരുന്ന് ആലോചിച്ചിട്ട് വേണ്ടല്ലേ? ഇനിയിപ്പോ അയ്യോ അവിടെ വെക്കരുത്, അത് ഞാൻ റിമോട്ട് വെക്കുന്ന സ്ഥലമാ. വെച്ചോളൂ. അല്ല എനിക്ക് തൊടരുത്. ഇല്ല തൊടൂല. വിളക്കിൽ തൊടരുത്. പേടിച്ചായിരുന്നു. അല്ല അത് എനിക്കൊരു കാര്യം 1000 വട്ടം ഞാൻ ഓർമ്മിച്ച. ആഹാ മോളോ? ആന്റി, ഞാൻ വിളക്ക് തരാൻ വേണ്ടി വന്നതാ. ഞങ്ങളൊരു കല്യാണത്തിന് പോയതാ. അങ്കിളുടെ അടുത്ത് ഗിഫ്റ്റ് എടുക്കാൻ ഒരു 1000 വട്ടം ഓർമ്മിച്ചതാ. മറന്നു. ശരി ആന്റി. ശരി മോളെ. വിളക്ക് അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ വെച്ചിട്ടും അച്ഛൻ കണ്ടില്ല. എന്തൊരു മറവിയായി ഈ മനുഷ്യന്. അമ്മയ്ക്ക് ഇത് എടുത്തോണ്ട് പോയാ പോരായിരുന്നോ? ആഹാ, നീ ഇവിടെ നിൽക്കായിരുന്നോ? അച്ഛൻ പറഞ്ഞു നീ ഉറങ്ങുവന്ന്. ഞാൻ ഉറങ്ങാൻ പോവാ. എല്ലാരും കൂടെ അമ്മ ഞാൻ കുളിച്ചില്ല. അയ്യോ നല്ല വൃത്തിയുണ്ട്. അമ്മ അടയ്ക്ക് വരാനിങ്ങോട്ട്. നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പ സ്വാമി രക്ഷിക്കണേ, എന്റെ അച്ഛനെ മാത്രം കാശാനാക്കണേ. എടാ എനിക്കെന്തോ ഒരു പേടി പോലെ. നീ പേടി എന്ന് പറഞ്ഞു നടന്നാൽ അവസാനം അവള് കുമാരം എടുത്ത് അമ്മാവന്റെ മോനെയും കെട്ടിക്കൊണ്ടു പോകും. ആഹാ, അവളെ കുടുംബചരിത്രം മുഴുവൻ അറിയാലോ. വാ ചുളിവിൽ അവളെ വളക്കുണ്ടോ എനിക്ക്. ചുമ്മാ അമ്മ ഉമ്മുക്കുൽസ് ആക്കണ്ട. ഒരു ഉമ്മുക്കുൽസ് അവളെ കാണാൻ നല്ല രസമുണ്ടല്ലോ. അങ്ങനെയല്ല, എന്റെ മരുമോളായിട്ട്. അല്ലെങ്കിൽ വേണ്ട, നാളെ പറയാല്ലേ? ഇന്നെ കർത്താവാണ്, പോയി പറയടാ. ചെല്ലടാ. ശരി, എന്താ ഇവിടെ അകത്ത് കയറിയില്ലേ? പ്രസാദം. കുളിച്ചില്ല. അച്ഛൻ. ഇയാൾ തന്നെ ഒരുമാതിരി ബോവനും മോളിലെയും പട്ടീനെ കണക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. നീ എന്താ അമ്പലത്തില്? അല്ല, ഞാൻ ഈ വഴി വന്നപ്പോ വെറുതെ കയറിയതാ. വേണം വേണം വേണം, വെറുതെ കയറാൻ പറ്റിയ സ്ഥലമാണല്ലോ അമ്പലം. അങ്ങനൊന്നുമില്ല. അതെ, ഞങ്ങള് കൊല്ലത്തൊരു കല്യാണത്തിന് പോവാ. മോൻ വരുന്നോണ്ടേ കയറിക്കോ. വണ്ടി ഓടിക്കാനാ, ഡ്രൈവർ ലീവാ. ഇല്ല അങ്കിളെ, ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് ഉണ്ടോ? അപ്പൊ ഓക്കെ, ബൈ. ശരി മോനെ. ഞാൻ തന്നെ ലവ ഓടിക്കാം. ഇവനിങ്ങനെ നോക്കി വെള്ളർക്കാനേ യോഗുള്ളൂ. എന്താണടാ? ഹലോ ശരത്, ഒരു മിനിറ്റ്. ഒരു കാര്യം പറയാനുണ്ടോ? ചാടയാൻ തോന്നുന്നുണ്ട്. ഹലോ, ഞാൻ കിഷോർ. ശരത്, എനിക്ക് ആക്ച്വലി ഒരു സഹായം വേണമായിരുന്നു. എന്താ? കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ഈ നാട്ടിലുണ്ട്. ഇതിന്റെ പിന്നെ ചന്ദ്രലേനോ? അല്ലല്ല, ദുബായ്. തന്നെ ഈ നാട്ടിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശരത്തിന്റെ നാട്ടിൽ. എന്ന് വെച്ചാ ഷാരിയുടെ നാട്ടില്. മനസ്സിലായില്ല. പറയാം, നമുക്ക് വണ്ടിയിൽ സംസാരിക്കാം. അതൊന്നും വേണ്ട. AC ഉണ്ട്. പുറത്ത് വൈറ്റ്, ഉള്ളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കേരളസ് ക്ലൈമറ്റ് ഈസ് ഹോറിബിൾ. ആക്ച്വലി ഞാൻ കോളേജിൽ ഷാരിയുടെ സീനിയറായിട്ട് പഠിച്ചത്. കണ്ടാ പറയില്ല, ജൂനിയർ ആണെന്നേ തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഷാരിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവക്കും തിരിച്ചങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു തോന്നല്. എന്നവള് പറഞ്ഞോ? അല്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നാലോ. ഇതിന്റെ അകത്ത് AC ഇട്ടില്ല എന്ന് എനിക്ക് തോന്നിന്. ആ ഇടുകയാണെ തോന്നല് മാറ്റി. തോന്നലാട്ടോ. അയ്യോ സോറി, മറന്നുപോയി. എനിക്ക് നല്ല ഓർമ്മ. ഇനി തോന്നല് മാറിക്കോ. നിങ്ങൾ ആരാ? അല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നോ കിഷോർ? ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? ഞാൻ അതിലേക്കാണ് വരുന്നത്. ശരത് എന്നെ ഒന്ന് സഹായിക്കണം. ശരത്തിനെ കൊണ്ട് മാത്രമേ ഇത് പറ്റൂ. അതാ എനിക്ക് വേണ്ടി ഷാരിയോടൊന്ന് ഇതൊന്ന് അവതരിപ്പിക്കണം. ഒന്ന് സഹായിക്കില്ലേ പ്ലീസ്? അല്ല വെറുതെ വേണ്ട, നിങ്ങൾക്ക് 3 പേർക്ക് ഇതിനുള്ള ഗുണമുണ്ടാവും. ശരത് പോലെ പോയോ? സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. തീരുമാനങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ 3 ആളും കൂടിയായി. ഇവിടുന്ന് 10 ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ഞാൻ ഓനെ തിരിച്ചു വരും. എന്നാ നിനക്ക് ഞാൻ ബോണസ് തരും. ആണോ? 5 ഓട്ടോറിക്ഷ.
ശരത്തെ നിക്ക് പറയട്ടെ. എടാ മഹാലക്ഷ്മി മണ്ടന്റെ രൂപത്തിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കൊഞ്ഞനെ കൂത്താടത്തേണ്ടി. എന്നിട്ട് അവളുടെ അടുത്ത് ഞാൻ പറയണോ ഈ തെണ്ടിയെ കെട്ടാൻ? എടാ നീ സമാധാനമായിട്ട് കേക്ക്. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് എപ്പോഴും അറിയില്ലല്ലോ. ആ സ്ഥിതിക്ക് കണ്ടാൽ അതിസുന്ദരനും പണക്കാരനുമായ ഒരു ഗൾഫുകാരന്റെ ആലോചന വന്നാൽ അവള് നോന്ന് പറയുമോ? പറയൂലേ? ഇല്ല, ഒരിക്കലും പറയില്ല. അമ്മാവാ നാലാമത്തോട്ട്. എടാ ഇവനെ ഓളിഷ്ടാണെങ്കിൽ പറയരുത്. ഇന്ന് പറയും, നാളെ പറയും, മറ്റന്നാൾ പറയും, പറയാൻ വന്നപ്പോ അച്ഛൻ വന്ന് കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനിട്ട് വലിപ്പിക്കണം. എങ്ങനെയുണ്ട്? എടാ ഇവൻ ഗൾഫ് പോണവരെ ഒരു മാസം ഇവന്റെ ചെലവിലുമ്പോ അടിച്ചു പൊളിക്കാം. ഇവനെ മനസ്സിലാവില്ലേ നമ്മള് വലിപ്പിക്കുകയാണെന്ന്? ഇവന്റെ ഐറ്റ് കണ്ടാൽ അറിയില്ലേ ഇവന് ബുദ്ധി ഒരു മനസ്സ് പൊട്ട ചിരിപ്പിക്കാണല്ലോ. അയ്യോ, ഈ മെറൂൺ ഷർട്ട് കളർ ഇളകുന്ന ഈ ബ്ലൗസിന്റെ ഒപ്പം തിരുമിയേക്കല്ലേ? അയ്യോ, ആഹാ, മുൻവാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ പ്രഭാരം പുറവശത്ത് നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമായിരിക്കും. കണ്ടുപഠിക്കേ. രണ്ടാളും എവിടെയോ പോകാനുള്ള ഒരുക്കത്തിലാണല്ലോ. പോകാനല്ല, പോയിട്ട് വരുവാ. ഒരു സുഹൃത്തിന്റെ വെഡിങ് ആനിവേഴ്സറി. അല്ല, കല്യാണം. അത് ഇന്നലെ. ഓ, നമുക്ക് അകത്തോട്ടിരിക്കാം. ഇന്നത്തെ അലക്ക് നേരത്തെ കഴിഞ്ഞല്ലോ. ഇത് ഇന്നലെ തുടങ്ങിയതാ. ഇതിനൊരു അവസാനം ഇല്ലേ? ചേട്ടാ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എവിടെ നമ്മുടെ കഥാനായകൻ കണ്ടില്ലല്ലോ? അവൻ എണീറ്റിട്ടുണ്ടാവില്ല. ആര് പറഞ്ഞു? അവൻ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അവനെ നല്ല ഈശ്വരാധീനമുള്ള കുട്ടിയാ. കുട്ടാ, ചായ എടുത്താ. ചായ ഒന്നും വേണ്ട, കരയോഗത്തിന്റെ മീറ്റിംഗ് ഉള്ളതാ. അതെ, വിധിയിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങൾ രണ്ടുപേരും. ശാരിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മോനെ വന്നല്ലോ കഥാനായകൻ. നീയും കൂടെ കേക്കണം. അവൾക്ക് വേണ്ടി ഒരു പയ്യനെ ആലോചിക്കുമ്പോൾ അത് നമുക്ക് അടുത്തറിയാവുന്ന ഒരാള് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതെ, അത് നന്നായേ. ഈശ്വര, വെറുതെ തെറ്റിദ്ധരിച്ചു. പാവ അങ്കിൾ. ഈശ്വരാധീനം കൊണ്ട് അവളെ ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരാളെ ദൈവം കൺമുമ്പിൽ കാണിച്ചു തന്നു. അങ്കിളെ, പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ ഇല്ലേ അച്ഛാ? ഉണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ. അതും ഇൻകം ടാക്സിലാണേ. ഈ പോണ്ടിച്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റം കിട്ടിയിട്ടേ കല്യാണം നടത്താൻ പറ്റും. തൽക്കാലം ഒരു നിശ്ചയം നടത്താമെന്ന് വിചാരിച്ചു. ഇന്ന് സുഹൃത്തിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് പോയില്ലേ? ശേഖരൻ നായർ, അദ്ദേഹത്തിന്റെ മകനാ ഋഷികേശൻ നായർ. രണ്ടുപേരും നായരാണോ? പിന്നെ പേര് കേട്ട ഫാമിലി അല്ലയോ, പുത്തമ്പുരയ്ക്കൽ തറവാട്. അവര് ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണേ. ആരച്ഛനും മോനോ? അല്ലല്ല, മോനും ശാരിയും. പിന്നെ ഒരു ചടങ്ങിന് പെണ്ണ് കാണലുണ്ടെന്ന് മാത്രം. That's all. ശാരി എന്ത് പറഞ്ഞു? അവളാകെ കൺഫ്യൂഷനില്ല. എവിടുന്ന് സ്വർണം എടുക്കണം, എവിടുന്ന് സാരി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ചെറുക്കന്റെ വീട്ടുകാർ വരുന്ന ദിവസം അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. ശരത്തെ മറക്കല്ലേ. അവൾക്ക് ആങ്ങളയുടെ സ്ഥാനത്തേക്കാൻ നീയേ ഉള്ളൂ. അയ്യോ മോനെ കുട്ടാ. ഇപ്പൊ വേദനയുണ്ടോ? ഇതാരാ? മാമൻ, കുമാരപുരത്തെ മാമൻ. അല്ലേലും മാമൻ ഒരു ശ്രദ്ധയില്ല. നല്ല സമയത്ത് ഇവൻ വീണത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ മാമനെ ഒന്ന് കാണാൻ പറ്റും. അത് ഞാൻ നിങ്ങൾ നേരത്തെ വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ 5-8 മാസല്ലേ ആയുള്ളൂ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. മോനെന്താ പറ്റിയത്? ഒന്ന് വീണു. നെവർ മൈൻഡ്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. Where is it? My God. അടുത്ത ദിവസം പയ്യന്റെ വീട്ടിൽ നിന്ന് വരുമെന്നാ പറഞ്ഞത്. മാമൻ ഇവളെ ഒന്ന് അനുഗ്രഹിക്കണം. മോളെ, മാമന്റെ അനുഗ്രഹം വാങ്ങിക്കാം. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഞാൻ തട്ടിപ്പോകുന്നാ പറയുന്നത്. പെണ്ണ് കാണൽ എന്തിനാടി അനുഗ്രഹം? അയ്യോ അതല്ല, പിന്നീട് ഒരു മനോവിഷമം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞതാ. അല്ലേ ചേച്ചി? ഡോക്ടർ എന്ത് പറഞ്ഞു? ഒരു കുഴപ്പമില്ല, എല്ലാ ടെസ്റ്റും നെഗറ്റീവ്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? പോവാം. എന്നാ ഞാനും മോളോട് ഇവരോട് അങ്ങ് പോവാ. വാ, കൂടെ വാ, വന്നോളൂ. ചേട്ടൻ ഇവിടെ നില്ലേ. എന്തിന്? അമ്മായി വന്നിട്ട് പോന്നാ മതി. രുക്മിണി, അമ്മായിയൊക്കെ ഇനി എപ്പോ വരാൻ? വരും. അതെ, നമ്മൾ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നത് ശരിയല്ല. ഇതൊക്കെ തീരുമാനമായ കേസല്ലേ? നമ്മൾ എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഉണ്ട്.
അമ്മായി വന്നിട്ട് പോന്നാ മതി. അല്ല പിന്നെ മോനെ സഹു ഒരു ആപ്പിള് മുറിച്ച താതാ. ഞാനോ? പിന്നെ ഞാനോ? ഇപ്പോഴോ? ഇപ്പൊ തന്നെ. മുറിക്ക്. എന്തേ കത്തിയില്ലേ? കത്തിയല്ലേ കട്ടിലിൽ കിടക്കുന്നു. എന്തേ കത്തി കിട്ടി. ഞൊളഞ്ഞങ്ങിറക്കും. മനുഷ്യനൊന്നും ഉറങ്ങാൻ ശ്രമിക്കരുന്നിട്ടേ. ഈ ഫോണൊന്നും എടുത്തൂടെ എനിക്ക്? ഹലോ, ആ കുമാരനാ? ഏത് കുമാരൻ? ആ അച്ഛനാ. എന്തേ? പെങ്ങളും അളിയലും കൂടി അപ്പുറത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് കിടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയത്. എന്തേ? ഞാൻ ഇപ്പം അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് വരില്ല. എന്ന് നിങ്ങളെ സ്വഭാവം നന്നാവില്ല അന്ന് ഞാൻ വരും. പറഞ്ഞു നോക്കിയാൽ ശരി. എന്നാലും എന്തേ ഈ അണ്ടി പോയ അണ്ണാൻ്റെ മാതിരി ഇങ്ങനെ ഇരിക്കുന്നേ? എടാ അവിടെ പെണ്ണ് കാണാൻ വന്നിട്ടല്ലേ ഉള്ളൂ. കല്യാണത്തിന് എത്ര സമയമുണ്ട്? ഓക്കോനെ ഇഷ്ടാവണ്ടേ? ആ ഇയാൾ എന്ത് പറഞ്ഞാലും കറക്റ്റാ. നാളെ പോലീസ് ഇരിക്കുന്നു പറഞ്ഞില്ലേ? കറക്റ്റായിട്ട് സംഭവിച്ചില്ലേ? എത്ര എണ്ണാക്കി കിട്ടി? ചതയം എന്നീ നാളുകളുടെ നക്ഷത്രമാണല്ലോ വന്നത്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ കഫ പിത്ത വാത രോഗങ്ങളിൽ നിന്ന് ശമനം ഉണ്ടാകും. പ്രശ്നങ്ങളൊക്കെ ഇവർ ഈ ആഴ്ച കൈക്കൊള്ളേണ്ടി വരും. 4-ാം കൂറിൽ ജനിച്ച ഇക്കൂട്ടർക്ക് ഈ ആണ്ടിൽ പ്രേമസാഫല്യം, സൽകീർത്തി, സമ്പൽ സമൃദ്ധി, സന്താനഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. അമ്മാവനോ തായ്വഴി ആ സ്ഥാനം വഹിക്കുന്നവരോ ആയിട്ടുള്ള ചങ്ങാത്തത്തിൽ മാനഹാനി, ധനനഷ്ടം, ജയിൽവാസം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അല്പം തന്മയത്വത്തോടുകൂടി ഇവരെ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. ഒന്നും ശരിയാവില്ല. എന്തുകൊണ്ടും അവിട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നക്ഷത്രഫലമാണ് ഈ ആഴ്ച കാണുന്നത്. ഇനി നമുക്ക് ചിലപ്പോൾ കുറച്ച് ഈ ആഴ്ച പൊതുവെ ഊർജ്ജസ്വലരായിരിക്കും. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നാളെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇല്ലേ പ്രഭാത്? ശരി. കൊണ്ടുപോയി എനിക്കിനി ജീവിക്കണ്ട ആളെയാ. അങ്ങനെ പറയല്ലേ. അതൊക്കെ നിന്റെ ഇഷ്ടം. ഇയാളെന്തിനാ ചിരിക്കുന്നത്? ഞാനേ ഓളെ കല്യാണത്തിന് ഉപ്പ് വിളമ്പിനാലോചിച്ച് ചിരിച്ചതാ. അതിപ്പോ അവന് ഉപ്പ് വല്ല വിളമ്പണമെന്നില്ല, വല്ല അവിയലോ സാമ്പാറോ വിളമ്പിയാ പോരെ. കറക്റ്റ്. അങ്ങനെ അവന് ഫീലിങ്സിന് കുറച്ച് കുറവുണ്ടാവും. അത് ശരിയാ. എടാ നീ ഇങ്ങനെ ചെറിയ കാര്യത്തിന് വിഷമിക്കല്ലേ ശരത്തെ. നീ പോടാ, നിന്റെ പെണ്ണിനെ വേറൊരുത്തൻ കെട്ടും പറയാം. ഇത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? ഇടാ ഉറപ്പിച്ചിട്ടല്ലോ, കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇനി എത്ര സമയം കിടക്കിന്? ആദ്യം മദ്യപാനത്തെ ശ്രദ്ധിക്ക്. ഇവൻ അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഇവൻ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്തുണ്ടാക്കാനാ? കുടിക്ക്, പക്കത വരട്ടെ. അവൾക്ക് എന്നെ ഇഷ്ടമല്ലടാ. അത് സത്യം. അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് അവളൊരു സൂചനയെങ്കിലും തരണ്ടേ? എടാ സൂചന തന്ന പെണ്ണിനി തരാത്ത പെണ്ണിനി എങ്ങനെ വളച്ചൊടിച്ച് കൈക്കലാക്കണം എന്നുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് റിസ്ക് എടുക്കണം. തെരിഞ്ഞായി റേപ്പ് എന്നൊക്കെ പറഞ്ഞ് ചെക്കനെ പേടിപ്പിക്കുക. അമ്മാവൻ പറ. നോക്ക, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് അമ്മാവ നിന്നെ വിളിക്കരുതെന്ന്. എടാ ഈ റേപ്പ് എന്നൊക്കെ പറയുമ്പോ അവൻ പേടിച്ചു. പീഡനാകുമ്പോ വലിയ കുഴപ്പമില്ല, പത്രത്തിലൊക്കെ കാണാനല്ലേ. അമ്മാവനെ നോക്കുക, അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ആ വെള്ളടിച്ച ഭയങ്കര വയലൻ്റാണ് ഈ. ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. നീ പൊന്മാന്റെ കളി കളിക്കണം. പൊന്മാനല്ലടോ, പൊന്നിച്ചാമി. ഇവൻ ഇത് ഓവറാക്കും. അത് ഞാൻ പറഞ്ഞു. നീ ഒന്നും നോക്കണ്ട, തന്നെ ആയിക്കോട്ടെ അല്ലേ? കുടി, ചെറിയൊരു പ്രോത്സാഹനം കൂടി. മിണ്ടരുത്. എനിക്കറിയാടാ എന്ത് ചെയ്യണമെന്ന്. എനിക്കറിയാം. പിന്നെ അങ്ങോട്ട് ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് അടിക്കാം. എനിക്ക് അവളെ കാണണം അമ്മാവ. ആണോ? അമ്മാവും കാണിച്ചില്ലടോ.
നല്ല മതിലാ ചാടണ്ടേ. എടാ നീ എങ്ങോട്ടാടാ പോന്ന? അളയാ ഒരു കരിക്കിട്ടിട്ട് വരാം. ഇവിടെ അല്ലേ വീട്? അന്നാണ് കരിക്ക് കുടിച്ച് ചാടാ. അമ്മാവാ ചാടിക്കോ. അല്ല കരിക്ക് വേണ്ടേ? അയ്യോ എന്ത് കുഴപ്പമില്ല. അമ്മാവന് ആ ചാടിയില്ലേ? ആരും ഇയാൾ എവിടെ പോവാ? ഉണ്ടല്ലോ ഇങ്ങോട്ട്. താനേത് കോപ്പിലെ അമ്മാവനാടോ? പേടിന്റെ പെയിന്റ് നോക്കണോ? അത് പച്ച പെയിന്റല്ലേ, ചാടിയ മറിപ്പോയി. പെഗ് കുറഞ്ഞു ഏതാ. അയ്യോ എന്റെ അമ്മാവാ. പൊന്നു പോലെ നോക്കണേ. ഇരുട്ടാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഷാരിയസ് നായർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നിനക്കൊരു നേരും കാലൊക്കെ ഇല്ലേ? കേക്ക് ഇപ്പൊ വരാവേ. എന്താ ആരാടാ? തോന്നിയതാ. സഹദേവൻ നായരോടാ കളി. ഈ പൊട്ടന്റെ മോളെയൊക്കെ വളയ്ക്കാൻ പറ്റാത്ത